ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു സെക്കൻഡ് പാർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വലിയ പ്രയോജനമില്ല. ഫസ്റ്റ് പാർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ ഗൈസ്, പോയി ചാനലിൽ കിടപ്പുണ്ട് ഫസ്റ്റ് പാർട്ട് വീഡിയോ ഗൈസ്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ ഗൈസ്, 3.45 ആണ് നമ്മൾ ക്രെഡിറ്റ് കാർഡിലെ ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ ഗൈസ്, കസ്റ്റമർ ഇന്ന് കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, കുറേ പേര് ഇന്ന് ഷുഗർ മാത്രമാണ് വാങ്ങുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇന്ന് ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ഏത് ഗെയിം പ്ലേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടണമെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിലെ കമൻറ്റിലും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മാത്രം മതി. എങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ അടുത്തൊരു ഗെയിം കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമായിരിക്കും. ഓക്കെ, കസ്റ്റമറും കാര്യങ്ങളൊക്കെ കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. സൂപ്പർ മാർക്കറ്റ് അതൊക്കെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന പേരൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ചാനലിൻ്റെ പേരുകൾ, നമ്മുടെ ഈ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് എൻ്റെ ഒരു വിചാരം. ഇടണം, കുറച്ചും കൂടെ വളർന്നിട്ട് ഇടാം എന്ന് വിചാരിച്ചു ഗൈസ്. ഓക്കെ, കസ്റ്റമർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാക്കിങ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ബില്ലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ഡെബിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. ഒരു ലൈക്ക് മാത്രം മതി ഗൈസ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ്, അടുത്ത ഈ ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, കസ്റ്റമർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ കസ്റ്റമറിന് കറക്റ്റ് ചേഞ്ചായിട്ട് കൊണ്ടുവന്നോളി. ഇത്ര സാധനങ്ങൾ വാങ്ങുമെന്ന് അറിയാം. അപ്പോൾ ഓക്കെ, ഈ ഒരു കറക്റ്റ് പൈസ ആയിട്ട് കൊണ്ടുവന്നോളി. എനിക്ക് ഇത്രയും പാടുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ ഒക്കെ ഒരു കാര്യം. കുഴപ്പമില്ല, കസ്റ്റമറിൻ്റെ ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ഹാപ്പിനെസ്. എന്ത് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ ഒരു കടയിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ലോണും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് തിരിച്ചടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു കട റെൻറ്റിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ബില്ല് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല ഗൈസ്, ബില്ലൊന്നും വന്നിട്ടില്ല. മാർക്കറ്റിൽ കയറി നമുക്ക് 2 പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഈ ഒരു ക്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഷെൽഫിലൊന്ന് റീഫിൽ ചെയ്ത് കൊടുക്കണം. പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ തീരാൻ പാടില്ലല്ലോ. ഈ ഒരു 9 മണി വരെയാണ് കട ഓപ്പണിങ്. പിന്നെ രാവിലെ 8 മണിയാകുമ്പം 9 മണിയാകുമ്പം കട ക്ലോസ് ചെയ്യും. രാവിലെ 8 മണിയാകുമ്പം ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കും വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. സാധനങ്ങളുടെ വിലയൊക്കെ കുറവാണ്. സബ്സ്ക്രൈബർ ആണെങ്കിൽ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ബില്ലിട്ടും കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾക്കും വേണമെങ്കിൽ വരാം. ഓക്കെ, ഷുഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെൽഫറും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് ഈ ഒരു കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാർഡ്ബോർഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ തിരക്കുണ്ട് കടയിൽ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൊടുക്കണം. ഓക്കെ ഗൈസ്, ഓക്കെ, പാസ്തയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരാൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരാളുടെ തിരിച്ച് റീഫണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാം. റീഫണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ബില്ലിൻ്റെ ബാക്കി ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് റീഫണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്തൊരാൾ ഒന്ന് പാസ്തയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇന്ന് പാസ്തയ്ക്കാണ് ഡിമാൻഡ് എന്ന് തോന്നുന്നു ഗൈസ്. പാസ്തയ്ക്കും ഓയിലിന്. ഓക്കെ ഗൈസ്, ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ് എളുപ്പം. അതാകുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി. ക്യാഷ് അതാകുമ്പോൾ ചേഞ്ച് തിരിച്ചു കൊടുക്കാം. കറക്റ്റ് ചേഞ്ച് കൊടുത്തില്ലെങ്കിൽ നമുക്കാണ് നഷ്ടം ഗൈസ്. നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക ഗൈസ്. ജസ്റ്റ് ഒരു ലൈക്കും കാര്യങ്ങളൊക്കെ അല്ലേ. നിങ്ങൾക്ക് എന്തായാലും ഒരു ലൈക്ക് മാത്രമല്ലേ ഇത്രയും വീഡിയോ കണ്ടതില്ലേ ഗൈസ്. നിങ്ങൾ ഒരു ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ ഗൈസ്, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് സ്കാൻ ചെയ്തും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച്
കസ്റ്റമറിനെ കൂടെ ഡീൽ ചെയ്തിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ബില്ലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് യൂട്യൂബറിനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ മീൻസ് ഫേവറേറ്റ് യൂട്യൂബറിനെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യൂ ഗൈസ്. ഞാനാണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്തോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൈറ്റ് ടോർച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഓക്കെ ഗൈസ്, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. നമുക്ക് ചെറിയൊരു നഷ്ടം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് വിചാരിച്ചൊന്ന് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പ്രൊഡക്റ്റ് നഷ്ടം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ വേണം കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമുക്കാണ് ആ ഒരു നഷ്ടം കാര്യങ്ങളൊക്കെ. ഗൈസ് അപ്പോൾ നമുക്ക് സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഇപ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം വാങ്ങാൻ. $800 കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ റൂമിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ആ ഒരു സ്റ്റോർ റൂം കാര്യങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റായാൽ നമ്മൾ സ്പോട്ടിൽ കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും. എങ്കിൽ ഈ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് അൺലോക്കും കാര്യങ്ങളൊക്കെ ആവുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, നമുക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 9 മണി ആയിട്ടുണ്ട്. കടയും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ള സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ കസ്റ്റമറും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം നമുക്ക് അടയ്ക്കാം. കസ്റ്റമർ വരുന്നെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അടയ്ക്കാം, ആവശ്യത്തിന് ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കിപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അടയ്ക്കുന്നില്ല ഗൈസ്. ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ആളും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു ആളും കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് കടയും കാര്യങ്ങളൊക്കെ ക്ലോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ കസ്റ്റമർ പിടിച്ച് നമ്മൾ അടിക്കും. അതിന് മുന്നേ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് കടയും കാര്യങ്ങളൊക്കെ ക്ലോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു ഡേയുടെ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റിന് നെക്സ്റ്റ് ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കടയും കാര്യങ്ങളൊക്കെ ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് റെൻറ്റ് വല്ലതും നമുക്ക് വന്നാൽ നോക്കാം. പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം ഇന്ന്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലേ ഇപ്പം വാങ്ങാമല്ലേ. ഓക്കെ, നമ്മൾ കുറച്ച് ഐറ്റം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ കടയുടെ ഓണർ കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ച് അടിച്ചാലോ ഗൈസ്, ആ ഒരു ഇതേ. ഓക്കെ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് ഈ കുത്തമ്പനാർ പോലത്തെ ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെൽഫിൻ്റെ അകത്ത് വയ്ക്കണം. ഓക്കെ ഗൈസ്, ഷെൽഫിൻ്റെ അകത്ത് വച്ചതിന് ശേഷം ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ റീഫിൽ ചെയ്തിരുന്നുണ്ടെന്ന് മാത്രമേ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നില്ല. നമുക്ക് കസ്റ്റമറിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കസ്റ്റമറിനെയും കാര്യങ്ങളൊക്കെ ബോറടിക്കണ്ടല്ലോ. കസ്റ്റമറുടെ ഹാപ്പിനെസ് ആണല്ലോ നമ്മളെ ഹാപ്പിനെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, ഈ ഒരു അമ്മൂമ്മ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അമ്മൂമ്മയ്ക്ക് വരെ ഈ ഒരു ജനറേഷനിൽ ക്രെഡിറ്റ് കാർഡോ ഗൈസ്, ഏതാ ജനറേഷൻ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ റീഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നില്ല, ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ, ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ കസ്റ്റമർ കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാനും കാര്യങ്ങളൊക്കെ ബില്ലിട്ടാൽ അവർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കസ്റ്റമറിനെ അധികം ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു പോകുന്നുണ്ട് ഗൈസ്. നല്ല രീതിക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തീർന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്,
ഞാൻ ഈ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ വച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യൂ പോലെ നമ്മൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ ടൈപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ഗൈസ്. സോറി ഗൈസ്, നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നെക്സ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അയാൾ ക്യാഷും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ ആൾക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കസ്റ്റമേഴ്സിന് ഇത്രയും പാടിൻ്റെ കാര്യങ്ങളുണ്ടോ? ഓക്കെ, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളും കാണുക. എന്നാലേ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, നമുക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബില്ലും കാര്യങ്ങളൊക്കെ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കസ്റ്റമറെ കൈ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ് ആണല്ലോ. കസ്റ്റമർ ഹാപ്പിനെസ് ആണല്ലോ നമ്മളെ ഹാപ്പിനെസ്. കൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ഓക്കെ, ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മിക്കവാറും. ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ആണല്ലോ ഗൈസ് ഇന്ന് കൊണ്ടുവരുന്നത് മിക്കവരും. ഓക്കെ, നമ്മൾ ഈ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് ഒരാളും ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ 3 മണി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കടയും കാര്യങ്ങളൊക്കെ നമുക്ക് നിർത്തണോ ഇനി നാണോ? ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ ബൈ.